ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ലൈറ്റ് ഇല്ല. നമ്മളിന്ന് കായലൊക്കെ വിട്ട് കടൽ തേടി വന്നേക്കോ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ചെറായി ബീച്ചിലാണ്. ചെറായി ബീച്ചിൻ്റെ ഫ്രണ്ടിൽ നല്ല ബീച്ചിൽ തന്നെ ഉള്ളൊരു കിടിലൊരു പ്രൈവറ്റ് പൂളൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടി. അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ ആക്ച്വലി നല്ല വെയിലാണ്, പക്ഷേ പ്രോപ്പർട്ടീൻ്റെ ഇവിടെ തണലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല പ്രോപ്പർട്ടിയാണ്. ഫോറിനേഴ്സൊക്കെ ഗസ്റ്റ് ഉണ്ട്. അതായത് നേരെ റോഡ് ക്രോസ് ചെയ്ത ബീച്ചാണ്. അത്യാവശ്യം നല്ല ആംബിയൻസുള്ള പ്രോപ്പർട്ടി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതായത് ഈ നേരെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ബീച്ചാണ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ചെറായി മെയിൻ സെൻറ്ററിൽ നിന്ന് 1 കിലോമീറ്റർ ബീച്ച് സൈഡ്. നമുക്ക് വരുന്ന ഈ ഒരു വലിയ വില്ലയിൽ നമുക്ക് വരുന്ന 5 ബെഡ്റൂം ആട്ടോ. അതായത് ഈ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ഈവനിങ് ഫുഡൊക്കെ കഴിക്കാം. നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് 4 ബെഡ്റൂം വരുന്നത്. താഴെ ഒരു ബെഡ്റൂം എങ്ങനെയാണെന്ന് ഞാനും കണ്ടിട്ടില്ല. നമുക്ക് നോക്കി നോക്കാം. അതായത് ബെഡ്റൂമിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് എൻട്രൻസ് വരുന്നത്. ഇതുണ്ടോ, അടിപൊളി പൂളുണ്ട്. ഏത് റൂമാ ഓപ്പൺ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതുണ്ടോ, അത്യാവശ്യം നല്ല വലിയ റൂമാണ്. നല്ല വൃത്തിയായി കേട്ടോ. ഇവിടെ കപ്പും സോസറും കെറ്റില് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. മെയിൻ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ബീച്ച് കണ്ടെണീക്കുക. വൈകുന്നേരം സൺസെറ്റ് ഇവിടെ ഇരുന്ന് കാണാം. ഉഷാറ്. പിന്നെ എല്ലാ റൂമും AC കേട്ടോ. അവന് ഇവിടെ AC ഇല്ലാണ്ട് പറ്റില്ല എന്ന് നമുക്കറിയാം. എനിക്ക് നല്ലോണം കേൾക്കും. പിന്നെ ഇത് നമ്മുടെ പ്രൈവറ്റ് ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്നാണ് നമുക്ക് ഇതിപ്പോൾ നട്ടുച്ച വെയിലത്തോട്ടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് വലിയ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് ഇവരുടെ വാഷ്റൂമാണ്. നല്ല വാഷ്റൂം കേട്ടോ. ഷവറിന് ചെറിയൊരു സെപ്പറേഷനൊക്കെ ഉണ്ട്. ഇവിടെ വലിയൊരു മിററുണ്ട്. ടോയ്ലറ്റ്, വാഷ് ബേസിൻ ക്ലീനാണ്. TV, വൈഫൈ അങ്ങനത്തെ എല്ലാം ബേസിക് പരിപാടികളും കേട്ടോ. പിന്നെ ഇവരുടെ മെയിൻ പ്രോപ്പർട്ടീൻ്റെ ആംബിയൻസ് എന്നൊക്കെ പറയുന്നത് ബാക്ക് സൈഡാണ്. അതായത് നമ്മുടെ പൂളൊക്കെ വരുന്ന ഈ ഒരു ഏരിയ ഉണ്ടോ. അവർക്ക് ബാക്കോട്ട് കുറച്ചുണ്ട്. നല്ല രസമുണ്ട്. അതായത് നമുക്ക് കടലിൽ പോയി കുളിക്കാം. വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം പൂള് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഫുള്ള് ഇവർ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കറി കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അത് കൊള്ളാം കേട്ടോ. മാക്സിമം ഉള്ള സ്ഥലത്തൊക്കെ കുറച്ച് ഗ്രീനറി ആയിട്ടും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം ഇങ്ങനെ കടൽ കണ്ടിരിക്കുക എന്ന് പറയുന്നത് വേറെ വൈബല്ലേ. ഓക്കെ, നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. ഫുള്ള് പച്ചപ്പും ഒരുപാട് ചെടികളും കാര്യങ്ങളും വെച്ചെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതല്ലോ, രണ്ട് സായിപ്പുണ്ട്. അതൊക്കെയാ കളിയുടെ അടിപൊളി ഒരു സ്വിമ്മിങ് പൂള്. അത്ര വലിയ പൂളൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വലിപ്പമുള്ള പൂളാണ്. പിന്നെ ഇവരുടെ 2 റൂം ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹട്ട് പോലെ. പൂള് കൊള്ളാം കേട്ടോ. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പൂൾ എന്തായാലും. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ബാക്കി ചുറ്റുവട്ടമൊക്കെയാണെങ്കിൽ ഇത് പൂളിൻ്റെ സൈഡിലുള്ള കോമൺ 2 വാഷ്റൂം. ഇനി നമുക്ക് ഇവിടുത്തെ റൂം എങ്ങനെ ഉണ്ട് നോക്കാം. ഈ ഹട്ട് നമ്മൾ വുഡൻ ഹട്ട് പോലെ കണ്ടില്ലേ, ഇതിൻ്റെ റൂം കേട്ടോ. ഇവിടെ നല്ല വലിയ റൂമാണ്. നല്ല സ്പേസ് ഉണ്ട്. നോക്കി, ഇവിടെ മിനി ബാറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് ഈ വർക്കൊക്കെ ചെയ്തേക്കാൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കപ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രൈവസിയാണ്. കാരണം എന്താ വെച്ചാൽ നേരെ ഫ്രണ്ടിൽ വേറെ ബിൽഡിങ്, നമ്മുടെ തന്നെ ബിൽഡിങ് ഉണ്ടെങ്കിൽ തന്നെ
നല്ല പ്രൈവസി ഉള്ളൊരു കോട്ടേജ്. നേരെ പൂള് കാണാം. ഇതല്ലേ ഇവിടെ നോക്കിയാലും കടൽ കാണാം കേട്ടോ. നമുക്ക് നല്ല വൃത്തിയുണ്ട് എന്തായാലും. ഇവിടുത്തെ ബാത്റൂം എങ്ങനെ നോക്കുക. ബാത്റൂം ഓൾമോസ്റ്റ് സെയിം ആട്ടോ, സെയിം സൈസാണ്. പിന്നെ ഇവിടുത്തെ ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്ന 14 ബെഡ്റൂം ആട്ടോ. ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 50 പേരുടെ അടുത്ത് ആൾക്കാർക്ക് അല്ലെങ്കിൽ അറ്റ് എ ടൈം സ്റ്റേ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിലും ഫുൾ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ 50 മെമ്പേഴ്സിനാണ് സ്റ്റേ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബീച്ചിൻ്റെ ഫ്രണ്ടേജ്, ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ ഇവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, നല്ല പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. പിന്നെ ഈ ഒരു പൂള് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു പൂളും കാര്യങ്ങളും. ഇവരുടെ പുറകോട്ട് പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാർക്കിംഗ് ആണ്. അതായത് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഷട്ടിൽ കോർട്ടുണ്ട്. പിന്നെന്താ ഇവിടെ സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. അത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും കപ്പിൾസിനാണെങ്കിലും ഫാമിലി അടക്കം വരാം കേട്ടോ. ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും എടുക്കും. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ കേട്ടോ. അടിപൊളി. ഞാൻ കാണത്തില്ല, മിസ്സായാലും എനിക്ക്. കീടിലല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിടക്കാം. ബീച്ച് കാണുന്ന നോക്കിയേ, നേരെ ഇവിടെ കിടന്നാൽ നമ്മൾ കാണുന്ന ബീച്ചാണ്. അടിപൊളി കേട്ടോ. ഒരു സൈഡ് ബീച്ചാണെങ്കിൽ ഒരു സൈഡ് ഇതേ പൂളും. വേറെ എന്ത് വേണം. ഇത് അടിപൊളി ആംബിയൻസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വിശേഷം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ബീച്ചൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ലൈക്ക് നിങ്ങൾ ചെറയിലൊക്കെ ഒന്ന് സ്റ്റേ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ചെറിയ മെയിൻ സെൻറ്ററിൽ നിന്ന് മാറി നല്ല പീസ്ഫുള്ളായിട്ടാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടൊക്കെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെക്കും ബൈ.